നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളുടെ ലൈഫ് ഒരിക്കലും അനാഥമാവാൻ ഞാൻ സമ്മതിക്കില്ല. അവരെ രണ്ടുപേരെയും ഞാൻ സംരക്ഷിക്കും. ഇത് വെറും ഭ്രാന്തല്ല, കുറച്ച് കൂടിയതോ ആയിട്ടാ. വേലി ചാടുന്ന പശുവിനെ കോല് കൊണ്ട് പറയണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിപ്പോ രണ്ടുപേരും ഒരുമിച്ച് ചാടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നിന്റെ കാര്യം എങ്ങനെയായിരിക്കും കണ്ടറിയാം. എല്ലാ ദിവസവും അവളെ കണി കണ്ടുണരുന്ന ഞാൻ. ആഹാ, മോളെ, അമ്മ ചെയ്ത് വലിയ തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം. മോളങ്ങ് ക്ഷമിച്ചേക്കും. നാളെ രാവിലെ ഞാൻ ആ പണം ഡോക്ടർക്ക് തിരിച്ചു കൊണ്ടു കൊടുത്തേക്കാം. അമ്മയ്ക്ക് പണത്തിനോടുള്ള അത്യാഗ്രഹം മോക്കറിയാവുന്നതല്ലേ? ഡോക്ടർ വന്ന് ഇത്രയും പണം ഒരുമിച്ച് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അമ്മ അതൊരു അവസരമായി കണ്ടു. സുതയില്ലാന്ന് കരുതി മോക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ മോളെ ആരും നിർബന്ധിക്കില്ല. ഞാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചതില് ഒരു കാര്യമുണ്ട്. ശ്രുതിമോൾ ഒരുപാട് പാവ, എന്നെ ഒരുപാട് ഇഷ്ട. ഞാൻ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അതിനേക്കാളും കൂടുതലായി ഞാൻ അടുത്തുള്ളപ്പോ അവള് ഭയങ്കര ഹാപ്പിയാ. പിന്നെന്താ മോളെ പ്രശ്നം? പ്രശ്നം ഡോക്ടറുടെ ഭാര്യ തന്നെയാ. അവര് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയില് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട്. ഡോക്ടറോടുള്ള ദേഷ്യവും പകയൊക്കെ തീർക്കാനുള്ള ഒരു ആയുധമായിട്ട് അവരിപ്പോ എന്നെ മാറ്റിയിരിക്കുക. ഞാനതിന് നിന്നു കൊടുക്കണോ? അല്ലെങ്കിൽ തന്നെ ആ ഡോക്ടറുടെ ഭാര്യ ഒരു മനസ്സലിവില്ലാത്തവളാ. അതുകൊണ്ടല്ലേ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് പണം അടപ്പിച്ചത്. ആദേശം അവർക്ക് ഇപ്പോഴും ഉണ്ട്. ഡോക്ടറും ശ്രുതിമോളും ആരോടും അടുത്ത് സംസാരിക്കുന്നത് സന്തോഷിക്കുന്നതൊന്നും അവർക്ക് തീരെ ഇഷ്ടമല്ല. അവരെന്നെ വിളിച്ചായിരുന്നു. എന്നിട്ട് എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. മേലിൽ ആ വീടിന്റെ പടി ചവിട്ടരുതെന്ന് അവരെന്നോട് പറഞ്ഞു. ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോകണോ വെച്ചാ? വേണ്ട മോളിനി അവിടേക്ക് പോകണ്ട. ഡോക്ടർ മോളും പാവങ്ങളായിരിക്കും, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. നാളെ ആ സ്ത്രീ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞു വരുത്തിയ അത് നമുക്ക് നാണക്കേടാവും. അതുകൊണ്ട് മോളെ അതങ്ങ് ഒഴിവാക്കുന്നത് നല്ലത്. ഡോക്ടർ നമുക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അത് ഓർക്കുമ്പോഴാ ഒരു സങ്കടം. അത് മാത്രല്ല അമ്മേ, ആ കുട്ടിക്ക് ഒരസുഖമുണ്ട്. പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരസുഖം. ഡിസ്ലെക്സിയ എന്ന ആ അസുഖത്തിന്റെ പേര്. അതിനെക്കുറിച്ചെല്ലാം ഡോക്ടറിനോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയെ അടുത്തറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളിലൂടെ മാത്രമേ ആ അസുഖം മാറ്റാൻ കഴിയൂ. അതിനുവേണ്ടിയാ ഇത്രയും വലിയ ശമ്പളം തരാന്നും പറഞ്ഞ് ഡോക്ടർ എന്നെ വിളിച്ചത്. അല്ലാതെ അവർക്ക് ഈ ലോകത്ത് വേറെ ജോലിക്കാരെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. ഒരമ്മയുടെ സ്നേഹം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മോൾ അവിടേക്ക് പോകണ്ട. മോള് കിടന്നു. അച്ഛൻ രാവിലെ തന്നെ പണം തിരിച്ചുകൊണ്ട് കൊടുത്തോളാം. പാർവതി, എന്തായിടാ അവള് സമ്മതിച്ചോ? അല്ലെങ്കിലും അച്ഛനും അമ്മയൊന്നും നിർബന്ധിച്ച് പറഞ്ഞ ഏട്ടത്തി അത് കേൾക്കും. നിർത്തടി. വല്ല ബോധപൂരമുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? പ്രായം ഉണ്ടായിട്ട് കാര്യമില്ല. മരുന്നിനെങ്കിലും ഒരല്പം ബുദ്ധിയും ബോധം വേണം. ഞങ്ങൾ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാനല്ല പോയത്. പിന്നെന്തിനാ പോയത്? ആ പണം എവിടെ? അമ്മ ചോദിച്ചു കേട്ടില്ലേ? ആ ഡോക്ടറോട് വാങ്ങിച്ച പണം എവിടെയെന്ന്? അതെന്റെ കയ്യിലുണ്ട്. അമ്മ പോയി ആ പണം എടുത്തുണ്ടോ? എന്തിന്? നാളെ രാവിലെ തന്നെ ആ പണം ഡോക്ടർക്ക് തിരിച്ചു കൊടുക്കണം. എന്റെ ഭഗവതി, ഇത്രയും പണം തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാനോ? ആ പിന്നല്ലാതെ. ദേവിക ജോലിക്ക് പോകുന്നില്ല. അതിനെ അവളുടേതായ കാരണങ്ങളുണ്ട്. അവള് കാരണം പറഞ്ഞപ്പോ
അത് ശരിയാണെന്ന് ഞങ്ങൾക്കും തോന്നി. അതുകൊണ്ടേ ആ പണം തിരിച്ചു കൊടുത്തേ പറ്റൂ. നിങ്ങളൊന്ന് നിർബന്ധിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടത്തി സമ്മതിച്ചേനെ. ഈ പണത്തിന് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ അങ്ങനെ പലതും കാണും. അർഹതയില്ലാത്ത പണം ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത്. അല്ലെങ്കിൽ തന്നെ മറ്റൊരാളുടെ ജോലിക്ക് കണക്ക് പറഞ്ഞ് പണം വാങ്ങാൻ നമുക്കെന്താ അവകാശം? അമ്മ പോയി ആ പണം കൊടുത്തോണ്ടു പോ. നീ ഇത്ര ഒരു മരമണ്ടനായി പോയല്ലോടാ. ചുറ്റും കടങ്ങൾ പെരുകി പെരുകി കഴുത്തോളം മുങ്ങി നിൽക്കുക. നീ ഒരു ജോലിക്ക് പോകുന്നുണ്ടോ? ആ പാടത്തും പറമ്പിലും പോലും ഒന്നും ചെയ്യാതെ നീ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ? ഓ, വീട് നോക്കേണ്ട ഒരുത്തനെ ദൈവം നേരത്തെ അങ്ങോട്ടങ്ങ് വിളിച്ചു. ഈ വീടിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്തോളാന്ന് അവള് തന്നെയല്ലേടാ പറഞ്ഞത്? പലചരക്കടയിലെ കടം, ബാങ്കിലെ കടം, കറണ്ട് ചാർജ്, നിന്റെ പെണ്ണുപിള്ളയുടെ മാലയും വളയും അടക്കം എല്ലാം പണയം വെച്ചില്ലേ? അതൊക്കെ തിരിച്ചെടുക്കണ്ടേ? അതൊക്കെ പോട്ടെ, എനിക്കുള്ള എണ്ണയും കൊഴുമ്പൊക്കെ മേടിക്കണ്ടേ? ഇതല്ലാണ്ട് വേറെ എന്താ വഴിയെന്ന് നീ തന്നെ പറ. ഈ വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം ദേവിക പോയി ജോലി ചെയ്ത് പണം ഉണ്ടാക്കി കൊണ്ടുവരണമെന്നാണോ അമ്മ പറയുന്നത്? പിന്നല്ലാതെ അവളല്ലേ എല്ലാം ഏറ്റത്. അപ്പൊ പിന്നെ ഇത് അവളുടെ ഉത്തരവാദിത്വം അല്ലേ? എടാ, നിനക്കോ ജോലിയും കൂലിയില്ല, വെറുതെ തിന്നും കുടിച്ചോ ഇങ്ങനെ ഇരിക്കുക. അവളെങ്കിലും പോയി ജോലി ചെയ്ത് 4 കാശ് കിട്ടാനുള്ള അവസരം വരുമ്പോ അതിനെ പുറംകാലം കൊണ്ട് അടിക്കരുത്. മതി, അമ്മേനെ ഒരു അക്ഷരം ഇടരുത്. ഈ വീട്ടിൽ കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും അവളുണ്ടാക്കിയതല്ല. അവിടെ പേര് പണം വാങ്ങാൻ അമ്മ ആരാ? മര്യാദയ്ക്ക് പോയി പണം എടുത്തോണ്ടു. അമ്മേ, പോയി എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞേ? നീ എന്നെ തിന്നാനൊന്നും വരണ്ട, ഞാൻ ആ പണം അങ്ങ് എടുത്തോണ്ട് തന്നേക്കാം. കുടുംബത്തിന് 4 കാശ് കിട്ടട്ടെ എന്ന് വിചാരിച്ചപ്പോ ഞാൻ കുറ്റക്കാരിയായി. മോളെ, അമ്മയ്ക്ക് പ്രായമായി, വിവരക്കേടുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ നിനക്കോ? മോളെ, നിന്നെ ജോലിക്ക് വിടാന്നും പറഞ്ഞ് ഞങ്ങൾ പണം വാങ്ങിച്ചിരുന്നെങ്കിൽ മോൾ എന്ത് ചെയ്തേനെ? ഞങ്ങൾ പറയുന്ന ജോലിക്ക് മോള് പോവായിരുന്നോ? ഇത്രയും ശമ്പളം കിട്ടുന്ന ജോലിയാണെങ്കിൽ ഞാൻ എന്തായാലും പോയേനെ. അച്ഛൻ ഇപ്പൊ ഈ കാണിക്കുന്നതാ മണ്ടത്തരം. 6 ലക്ഷം രൂപയാ ഡോക്ടർ തന്നത്. അതുകൊണ്ട് ഈ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അത്യാവശ്യം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. അത് തിരിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ ബുദ്ധിയില്ലാത്തത് ആർക്കാണെന്ന് കണ്ടറിയാം. നടാ, നീ കൊണ്ടുപോയി പുഴുങ്ങി തിന്നു. വേണ്ട. ആരും വഴക്കിടണ്ട. ഇതിനുള്ള പരിഹാരം എന്താണെന്ന് എനിക്കറിയാം. അതാ വരുന്നു. എന്താ ശ്രുതി മോള്? ആന്റി, ആഹാ, മോള് വന്നല്ലോ. കേറുക. മോളിപ്പോ ഹാപ്പി ആയില്ലേ? ഇന്നലെ മോൾക്ക് കുടിക്കാൻ ചായ എടുക്കും. അയ്യോ, എനിക്കൊന്നും വേണ്ട. ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ? ചെല്ല്, പോയി ചായ എടുക്ക്. ഞാൻ കരുതിയത് മോള് വരില്ലെന്നാ. എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ സർ. സാറിനെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ? ഇതിൽ ജയം തോൽവിയൊന്നുമില്ല. ഇതൊരു നല്ല ചേഞ്ച് ആവും മോൾക്കും ദേവിക്കും.